കാലന് ജാമ്യം, അപ്പന്റെ ചികിത്സയ്ക്കെടുത്ത കടം നാട്ടുകാർ വീട്ടി, ഇനി പരമസുഖം. കോട്ടയം ഏറ്റുമാനൂരിൽ ഷൈനിയും 2 പെൺമക്കളും ട്രെയിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ കേസിലെ പ്രതി നോബി ലൂക്കോസിന് ജാമ്യം ലഭിച്ചു. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് നോബി ലൂക്കോസിന് ഉപാധികളോടെ ഇന്ന് ജാമ്യം അനുവദിച്ചത്. 28 ദിവസത്തിന് ശേഷമാണ് നോബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. നോബി തന്നെയാണ് കേസിലെ മുഖ്യപ്രതിയെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് പറഞ്ഞു. നോബിക്ക് ജാമ്യം കിട്ടിയതുകൊണ്ട് കേസ് തീരില്ലെന്നും അഭിഭാഷകരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കുര്യാക്കോസ് പറയുകയുണ്ടായി. പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കുവാനും സാക്ഷികളെ സ്വാധീനിക്കുവാനും സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുക്കാതെയാണ് പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. നോബി ലൂക്കോസ് ഷൈനിയെ പിന്തുടർന്ന് വേട്ടയാടിയതാണ് ആത്മഹത്യക്ക് കാരണമായതെന്നാണ് പോലീസ് റിപ്പോർട്ട്. എന്നാൽ കേസിൽ നോബിയുടെ പങ്ക് തെളിയിക്കുന്ന ഒരു തെളിവും കണ്ടെത്തുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. നോബിയുടെ ജാമ്യാപേക്ഷ എതിർത്ത് ഷൈനിയുടെ പിതാവ് കുര്യാക്കോസും ഹർജി നൽകിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. പ്രതിക്കെതിരെ നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് പോലീസ് ചാർത്തിയിരിക്കുന്നത്. ഷൈനിയുടെ പരാതിയെ തുടർന്ന് തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന തൊടുപുഴ JFMC 1 കോടതിയിൽ ട്രയൽ ആരംഭിച്ച ഗാർഹിക പീഡന നിരോധന വകുപ്പ് അനുസരിച്ച് കേസ് നടക്കുകയാണെന്നും ആ കേസിലെ മുഖ്യപ്രതിയാണ് നോബി ലൂക്കോസ് എന്നും നോബിയുടെ മാതാവും സഹോദരനായ ബോബി സി ബേബി എന്ന പാതിരിയും ആ കേസിലെ പ്രതികളാണെന്നും ആ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പീഡനം സഹിക്കവയ്യാഞ്ഞ് ഉപജീവനത്തിനുള്ള എല്ലാ മാർഗവും കൂടി അടച്ചതിനാലാണ് ഷൈനി മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്തത്. പക്ഷേ ഏറ്റുമാനൂർ പോലീസ് കോടതിയിൽ വേണ്ട പോലെ റിപ്പോർട്ട് കൊടുത്തില്ല. പോലീസ് റിപ്പോർട്ട് വീക്കായതിനാലാണ് കോടതി നോബിക്ക് ജാമ്യം ഇന്ന് അനുവദിച്ചത്. ഷൈനി മരിക്കുന്നതിന് തലേ ദിവസം നോബി ഷൈനിയെ വിളിച്ച് പോയി ചാകുവാൻ പറഞ്ഞതുൾപ്പെടെ സുപ്രധാന ഡിജിറ്റൽ തെളിവുകളടക്കം ലഭിച്ചിട്ടും നോബിക്കെതിരെ തൊടുപുഴ കോടതിയിൽ ഗാർഹിക പീഡനത്തിന് FIR രജിസ്റ്റർ ചെയ്തിട്ടും ഷൈനിയെ നോബി ക്രൂരമായി മർദ്ദിച്ചു എന്ന ഡോക്ടർ റിപ്പോർട്ടുണ്ടായിരുന്നിട്ടും നോബിയുടെ പങ്ക് വെളിവാക്കുന്ന തെളിവുകളൊന്നും പോലീസിന് കോടതിയിൽ ഹാജരാക്കുവാനായില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പോലീസ് നോബിയെ രക്ഷിക്കുവാനായി ഒത്തുകളിച്ചു എന്ന്. പോലീസ് റിപ്പോർട്ട് അങ്ങനെ വീക്കായി. അങ്ങനെ കോടതി നോബിക്ക് ജാമ്യവും അനുവദിച്ചു. ഒരു 28 ദിവസത്തെ ചെറിയ ബുദ്ധിമുട്ടേ നോബിക്ക് വന്നുള്ളൂ. ഇനി കേസ് കോടതിയിൽ വരുമ്പോൾ അട്ടിമറിക്കാം. അതുപോലെ നോബിയുടെ അപ്പന്റെ ചികിത്സയ്ക്കും വീടിന്റെ മെയിൻ്റനൻസിനും ഷൈനിയെ കൊണ്ട് ചുങ്കം പുലരി കുടുംബശ്രീ യൂണിറ്റിൽ നിന്നും എടുപ്പിച്ച വായ്പാ കുടിശ്ശിക നാട്ടുകാർ അടച്ചു വീട്ടിക്കൊടുത്തു. UK ഇടുക്കി ചാരിറ്റി ഗ്രൂപ്പ് നടത്തിയ ധനസമാഹരണത്തിലൂടെ ലഭിച്ച 945 പൗണ്ട് 1,03,399 രൂപ കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ് വഴി കുടുംബശ്രീ പ്രവർത്തകർക്ക് കൈമാറുകയുണ്ടായി. ഷൈനിക്ക് കുടുംബശ്രീയിൽ 95,225 രൂപയായിരുന്നു കടമുണ്ടായിരുന്നത്. കുടുംബശ്രീയിൽ നിന്നും കടമെടുത്ത് ആ കാശും ചെലവഴിച്ച് ഷൈനിയെയും മക്കളെയും കൊലയ്ക്ക് കൊടുത്ത് ബാക്കിയുള്ള തുകയും നാണവും മാനവും കെട്ട നോബിയും അവന്റെ കുടുംബാംഗങ്ങളും അടയ്ക്കാത്ത സാഹചര്യത്തിൽ കൂലിപ്പണിക്കാരായ 13 കുടുംബശ്രീ പ്രവർത്തകർക്ക് ഈ പണം ബാധ്യതയാകാതിരിക്കുക എന്നതായിരുന്നു ഇടുക്കി ചാരിറ്റി പ്രവർത്തകരുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ഷൈനി ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഷൈനി ഭർത്തൃവീട്ടുകാരെ സഹായിക്കുവാൻ ചുങ്കത്തെ പുലരി കുടുംബശ്രീയിൽ നിന്ന് വലിയൊരു തുക കടമായി എടുത്തിരുന്നു. ഭർത്തൃവീട്ടുകാരുടെ സഹായമില്ലാതെ തന്നെ ഷൈനി കുറേശ്ശെ ആ തുക അടയ്ക്കുകയും ചെയ്തു വന്നിരുന്നു. ഷൈനി മരണപ്പെടുമ്പോൾ 95,225 രൂപ ബാലൻസ് കുടുംബശ്രീക്ക് കൊടുക്കുവാൻ ഉണ്ടായിരുന്നു. ആ തുകയുടെ ഉത്തരവാദിത്തം ഭർത്തൃവീട്ടുകാർ ഏറ്റെടുക്കുവാൻ തയ്യാറാകാതെ വന്നപ്പോഴാണ് ഇടുക്കി ചാരിറ്റി ഗ്രൂപ്പ് UK ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയത്. അവർ ഷൈനിയുടെ ബാക്കിയുണ്ടായിരുന്ന കടം പിരിവെടുത്ത് കുടുംബശ്രീക്ക് നൽകുകയായിരുന്നു. ഒരു കണക്കിന് കുടുംബശ്രീ പ്രവർത്തകരെ വഴിയാധാരമാക്കാതെ ആ കടം വീട്ടിയതിൽ ഷൈനിയുടെ ആത്മാവും സന്തോഷിക്കുന്നുണ്ടാവും. അതും നോബിയുടെ വീട്ടുകാരുടെ സഹായമില്ലാതെ ഒരു ജനകീയ പിരിവിലൂടെ. ഈ കടം വീട്ടലുമായി വന്ന വാർത്തകളുടെ പിന്നിൽ ഒരു അപകടം പതിയിരിപ്പുണ്ട്. വന്ന വാർത്തകളിലെല്ലാം എല്ലാ മാധ്യമങ്ങളിലും ഷൈനിയുടെ കടം ചാരിറ്റി ഗ്രൂപ്പ് വീട്ടി എന്ന നിലയിലാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. ആ വാർത്തകൾ വെച്ച് നോബി എന്ന കാട്ടാളനും അവന്റെ കുടുംബവും കോടതിയിൽ അത് മുതലെടുക്കുവാനുള്ള സകല സാധ്യതകളും കാണുന്നു. മാധ്യമ വാർത്തകൾ പ്രകാരം കടം ഷൈനിയുടേതാണ്. അത് നോബി അറിയാതെ ഷൈനി എടുത്ത വായ്പയാണെന്ന് അവർക്ക് കോടതിയിൽ സ്ഥാപിക്കുവാൻ ശ്രമിക്കാം. ആ വായ്പയെപ്പറ്റി ചോദിച്ചപ്പോൾ കുടുംബകലഹമുണ്ടായി എന്നും അവൾ മക്കളുമായി വീട്ടിലേക്ക് പോയി എന്നും ആ കടത്തിന്റെ ഭാരത്താൽ അവർ ആത്മഹത്യ ചെയ്തു എന്നും കോടതിയിൽ വരുത്തി തീർക്കുവാൻ ശ്രമിക്കാം. അതിനെല്ലാം സാധ്യതയുണ്ടെന്നും ബോധപൂർവമായ അപ്രകാരം ഒരു ശ്രമമുണ്ടായെന്നും പറയുകയാണ് ചുങ്കം സ്വദേശിയായ ശ്രീ കുര്യൻ.
ആ അതെ. ഇപ്പം നോബിക്ക് ജാമ്യം കിട്ടിയിരുന്നു. അപ്പൊ നോബിക്ക് ജാമ്യം കിട്ടിയ വിവരം പറഞ്ഞു. പക്ഷെ എങ്കിൽ പോലും കൂടെ അതിനകത്ത് വന്നിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സാറിന്റെ അടുത്ത് നിന്ന് പറയാമെന്ന് കരുതിക്കൊണ്ടായിരുന്നു. ആ, ഉം. അവിടുത്തെ പൊതുജനങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇടപെട്ടുകൊണ്ട് ഈ ഷൈനിയുടെ ഒരു കടബാധ്യത ഓൾറെഡി കുടുംബശ്രീയിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് അവിടുത്തെ ജനങ്ങൾ ശുദ്ധഗതിക്കാര്, അവരുടെ ഒരു നല്ല മനസ്സുകൊണ്ട് അവർ ആ കടങ്ങൾ ഒരു ചാരിറ്റി സംഘടനയുടെ നേതൃത്വത്തിൽ അവരുടെ ആ കടങ്ങൾ അവർ വീട്ടി. പക്ഷെ അതിനകത്ത് കുടുംബശ്രീക്കാർ ഇവർക്ക് ഈ ഷൈനിക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നത് കൂടെ അവിടെ ഷൈനിക്ക് ഒരു വിലങ്ങുതടിയായിട്ട് വന്നതുകൊണ്ടും കൂടെ കൂടിയായിരിക്കാം ഈ പൊതുജനങ്ങളെ കടം അങ്ങോട്ട് വീട്ടാൻ തീരുമാനിച്ചത്. അങ്ങനെ ആ കടം വീട്ടുകയും ചെയ്തു. അതുപോലെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ ചെക്ക് കൈമാറിയതൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിരുന്നു. വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ കുടുംബശ്രീക്കാർ അതിനകത്ത് ഈ പരാതി കൊടുത്തതും അതുപോലെ തന്നെ ആ ഈ ചാരിറ്റി സംഘടനയുടെ കയ്യിൽ നിന്ന് ആ ഫണ്ട് തിരിച്ച് കയ്യിൽ വാങ്ങിയതും അവരൊക്കെ നല്ല ഉദ്ദേശത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവർക്ക് എതിരായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതായത് ഈ ഷൈനിക്കും മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് എതിരായിട്ട് ആ ഒരു സംഭവം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതെല്ലാം ഡോക്യുമെന്റഡായി. ഈ ചാരിറ്റി സംഘടന ഈ ഫണ്ട് കൊടുക്കുന്നത് ഷൈനിയുടെ കടം വീട്ടാന്, അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ചെക്ക് കൈമാറുമ്പോഴും പറയുന്നത് ഇത് ഷൈനിയുടെ കടം വീട്ടാന്, അതുപോലെ തന്നെ ഈ കുടുംബശ്രീ പ്രവർത്തകർ ആ ചെക്ക് കൈ വാങ്ങുമ്പോഴും അവർ പറയുന്നു ഷൈനിയുടെ കടം വീട്ടി തന്ന ചാരിറ്റി സംഘടനയ്ക്ക് നന്ദി എന്നും പറയുന്നു. ഇതെല്ലാം ഡോക്യുമെന്റഡും സ്റ്റേറ്റ്മെന്റും ആയിട്ട് ഓൾറെഡി നിലനിൽക്കുമ്പോൾ ഭാവിയിലേക്ക് ഇനിയിപ്പോ ഈ കേസ് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ പ്രതികൾക്ക് ഇതൊരു തുണയായിട്ട് വരുന്നതായിട്ട് കാണുന്നു. സ്റ്റേഷനിലും കേസുണ്ടല്ലോ. ഷൈനി ഇതുപോലെ വായ്പ എടുത്തിട്ട് തിരിച്ചടവ് മുടക്കി പണം തിരികെ കൊടുക്കുന്നില്ല എന്നുള്ള രേഖാമൂലമുള്ള ഒരു പരാതി ഈ കുടുംബശ്രീ പ്രവർത്തകരുടെയും പിന്നെ അവരെ വിളിച്ച് ചോദ്യം ചെയ്തതായിട്ടുള്ള രേഖകളും എല്ലാം സ്റ്റേഷനിലും ഉണ്ടല്ലോ. സ്റ്റേഷനിലുണ്ട്. പക്ഷെ അതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, ഈ ഷൈനി കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തു എന്നുള്ളത് ക്ലിയർ എവിഡൻസ് ആയിട്ട് രേഖയുണ്ട്. അതുപോലെ തന്നെ ഈ കുടുംബശ്രീക്കാർ പരാതി കൊടുത്തിരുന്നു എന്നുള്ളതും ക്ലിയർ എവിഡൻസ് ആയിട്ട് രേഖയുണ്ട്. അതിനുശേഷം വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനി സ്റ്റേഷനിൽ വന്ന ഒരു മൊഴി കൊടുത്തിരിക്കുന്നതിനകത്ത് മാത്രമാണ് ഷൈനി പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ എടുത്ത് യൂസ് ചെയ്തിരിക്കുന്നതല്ല, എൻ്റെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാർക്കും വേണ്ടിയിട്ട് ഇത് ചെലവഴിച്ചതാണ് എന്ന് ഷൈനി ഒരു മൊഴി അവിടെ കൊടുത്തത് മാത്രമാണ് രേഖയിലുള്ളൂ. പക്ഷെ ജനങ്ങൾക്ക് തൊടുപുഴ, ചുങ്കം, ഈ കോട്ടയം അതുപോലെ ഈ പ്രദേശത്തുള്ള ഈ സംഭവത്തിന് ശേഷമുള്ള ഈ ലോകത്തുള്ള ഈ സർവത്രാദി ജനങ്ങൾക്കും അറിയാം ഈ പൈസ ഭർത്താവിന്റെ വീട്ടുകാരുമാണ് എടുത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൈനിയുടെ ഈ ഒരു മൊഴിക്ക് തെളിവില്ല. കാരണം ഷൈനി വാക്കാൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു മൊഴിയുണ്ട് ഈ പണം ഭർത്താവിന്റെ വീട്ടുകാരുമാണ് എടുത്ത് ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഭർത്താവിന്റെ വീട്ടുകാരും നേരെ വിപരീതമാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ ലോണുമായിട്ട് ബന്ധമില്ല, ഞങ്ങൾ ലോൺ എടുത്തിട്ടില്ല, ഞങ്ങൾ ലോൺ തിരിച്ചടയ്ക്കാനും ഞങ്ങൾ തയ്യാറില്ല, ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന്. അങ്ങനെ വരുമ്പോൾ സാറേ, എൻ്റെ ഡൗട്ടാണ് ഞാൻ പറയുന്നത്, ഈ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഷൈനി കൊടുത്തിരിക്കുന്ന പരാതിയിൽ അടിസ്ഥാനമായിട്ട് ഇനിയിപ്പോ പ്രതികൾക്ക്, കാരണം ഷൈനി ഇത് വേറൊന്നും പറയാനില്ല, ഷൈനി ഓൾറെഡി മരണപ്പെട്ടു പോയി. ഇനിയിപ്പോ ഈ പ്രതികള് കോടതിയിൽ സ്ഥാപിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കടബാധ്യത ഷൈനിയുടെ കടമാണെന്നുള്ള എല്ലായിടത്തും ഡോക്യുമെന്റഡായി, മെസ്സേജായി, സ്റ്റേറ്റ്മെന്റായി എല്ലാം നിലനിൽക്കുക. അവരിനി പറയാൻ പോകുന്നത് ഈ ഷൈനി കടം എടുത്തത് കൊണ്ടാണ് അവരുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായത്. അതായത് വിദേശത്തുള്ള ഭർത്താവ് വല്ലപ്പോഴേ വരുന്നുള്ളൂ, ഭർത്താവ് അറിയാതെ ഈ ഷൈനി കടമെടുത്ത ഈ ലോൺ പൈസ വേറെ എന്തൊക്കെ തരികട കാണിച്ചു എന്ന് അവർക്ക് സ്ഥാപിക്കാൻ പറ്റും. അതിന്റെ പേരിലാണ് കുടുംബ പ്രശ്നം ഉണ്ടായത്. ആ കുടുംബ പ്രശ്നം ഉണ്ടായതിൽ ഭർത്താവിന്റെ വീട്ടുകാരെ നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള പരാതി കൊടുത്തിരുന്നത് എന്ന് അവർക്ക് സ്ഥാപിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രതികൾ ആ ഒരു ശക്തമായ അവർക്ക് ശിക്ഷ കിട്ടേണ്ട ഒരു കേസിൽ നിന്നും അവർ നൈസായിട്ട് ഊരിപ്പോകാനോ അതല്ലെങ്കിൽ ചെറിയ ശിക്ഷയിൽ ആ കേസ് തീർക്കാനോ ഉള്ള സാധ്യതയുണ്ട്. അതേ സംഭവം തന്നെ ഈ ആത്മഹത്യയിലും വരുവാണ്. കാരണം ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. എന്താ പറയാ, അതിദാരുണമായ അതിക്രൂരമായ 3 കൊലപാതകങ്ങൾക്ക് തുല്യമായ ഒരു മരണമാണ് അവിടെ സംഭവിച്ചത്. അതിനകത്ത് ശക്തമായ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമ്പോൾ ഒരു കാര്യത്തിനകത്ത് ഈ ഒരു സംഭവം അവിടെയും അവർക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഭർത്താവ് അറിയാതെ എടുത്ത ലോൺ കുടിശ്ശിക വരികയും അതിന്റെ പേരിൽ ഈ കുടുംബശ്രീക്കാർ പരാതിപ്പെടുകയും ആ പരാതിയിൽ പ്രതിയാക്കപ്പെടുകയും ചെയ്ത ഷൈനി പിന്നീട് ഗത്യന്തരമില്ലാതെ ലോൺ തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. വലിയൊരു നിരീക്ഷണം ഇന്ന് കോടതിയിൽ നടത്തിയിട്ടുണ്ടല്ലോ. അതായത് ഇത്തരത്തിൽ നോബിയുടെ
പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും കുറ്റക്കാരെന്ന് ആരോപിക്കുകയും ചെയ്യുമ്പോൾ അത് തെളിയിക്കുവാൻ പറ്റാവുന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളും പോലീസിന് ഹാജരാക്കിയില്ല എന്നൊരു തരത്തിലൊരു പരാമർശം വന്നിരുന്നല്ലോ. അതായത് ഏറ്റവും സുപ്രധാനമായ ഡിജിറ്റൽ തെളിവ് മൊബൈൽ ഫോണിൽ നിന്ന് തലേദിവസം അയച്ചതും എല്ലാം എടുത്തു എന്ന് പറഞ്ഞിരുന്നു. അതിലെല്ലാം ഉപരി ഗാർഹിക പീഡന വകുപ്പ് കൂടി ചേർക്കാൻ പറ്റാവുന്ന രീതിയിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ആ എഫ്ഐആറിന്റെ മേളില് JFMC 1 കോടതിയിൽ തൊടുപുഴയിലെ ട്രയൽ ആരംഭിച്ച കേസിലെ 1-ാം പ്രതിയുമാണ് ഇദ്ദേഹം, 2-ാം പ്രതി അമ്മ, 3-ാം പ്രതി ഇത് സഹോദരൻ. അത്രയും കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും അതുപോലും കോടതിയിൽ ഹാജരാക്കിയില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോ നോബിക്ക് ജാമ്യം വരെ കിട്ടിയതിന്റെ ഒരു കാരണം അതാണല്ലോ. ഇന്നിപ്പോ ശക്തമായിട്ട് പ്രോസിക്യൂഷൻ എതിർത്തു എങ്കിൽ പോലും കൂടെ പ്രതിയുടെ ഭാഗം വക്കീൽ പറഞ്ഞതാണ് വാക്കാൽ എതിർക്കുകയും എന്നാൽ കൊടുക്കേണ്ടുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, ക്ലിയർ കട്ട് എവിഡൻസുകൾ ഒന്നും കോടതിയിൽ ഹാജരാക്കിയില്ല എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇനി മുമ്പോട്ട് വരാൻ സാധ്യതയുണ്ട്. അത് ശരിക്കും പൊതുസമൂഹം തിരിച്ചറിയേണ്ടതാണ്. നിയമ സംവിധാനം ശക്തമായിട്ട് ഇടപെട്ടിട്ടില്ല എങ്കിൽ ഇത്രയും ക്രൂരമായ കൊലപാതകത്തിന് തുല്യമായി നടന്നിരിക്കുന്ന ഈ ആത്മഹത്യയിലെ പ്രതികൾ വെറും നിസ്സാരമായ ശിക്ഷയിലോ അല്ലെങ്കിൽ ഒരു ശിക്ഷ പോലും വാങ്ങാതെയോ പുറത്തേക്ക് ഇറങ്ങിപ്പോകാനാണ് സാധ്യത. അത് നമ്മൾ പൊതുസമൂഹം തിരിച്ചറിയണം എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഞാൻ ഓൾറെഡി ഇതിനകത്ത് ആദ്യമേ തന്നെ ഈ നോബിയുടെ സഹോദരനായ ബോബി ചേരിയിൽ എന്ന പുരോഹിതൻ, അങ്ങേരാണ് ഇതിനകത്ത് മൊത്തം തരികട കാണിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ സഭയിൽ നിന്നും പുറത്താക്കണമെന്നും പറഞ്ഞുകൊണ്ട് മാർ മാത്യു മൂലപിതാവിന് പരാതി നേരിട്ട് കൊടുത്തിരുന്ന വ്യക്തി കൂടിയാണ്. പക്ഷെ അതിൽ യാതൊരു റിപ്ലൈ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താണെങ്കിലും ശരി, ആ കാര്യത്തിനകത്ത് മുന്നോട്ട് തന്നെ പോകുന്നു. കാരണം ഞാനും ന്യായക്കാരനാണ്. അതുകൊണ്ട് ഇതിനകത്ത് ശക്തമായ പ്രതിഷേധം ഞാൻ ഈ നോബിയെക്കാളും അല്ലെ നോബിയോടൊപ്പം തന്നെയോ പ്രതിയാണ് ഈ സഹോദരൻ എന്നും വിശ്വസിക്കുന്നുണ്ട്. അതിന് കാരണം എന്താ? നോബിയേക്കാൾ ഉപരി പ്രതിയാണ് എന്ന് എനിക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കും. കാരണം എനിക്ക് ജ്ഞാനായ സഭയുടെ മൊത്തം കാര്യങ്ങൾ ഏകദേശം അറിയാവുന്നതാണ്. അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളല്ല, പക്ഷെ ഒരു സഭാക്കാരൻ അംഗം എന്ന നിലയിൽ പല കാര്യങ്ങളും എനിക്കറിയാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നോബി വല്ലപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ പുരോഹിതനായിരുന്നിട്ട് കൂടി ഈ ബോബി ചേരിയിൽ എന്ന പുരോഹിതൻ മിക്കവാറും അവിടെ വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അയക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അവിടെ ഒരു മുറി വരെ പണിതു. ആ മുറി പണിയാനായിട്ട് പൈസ ചെലവഴിച്ചിരിക്കുന്നത് പോലും ഈ ഷൈനി എടുത്തിരുന്ന ലോൺ ഫണ്ടിൽ നിന്നാണ് യൂസ് ചെയ്തിരുന്നതെന്നുള്ളത് അവിടെയുള്ള നാട്ടുകാർക്ക് പലർക്കും അറിയാം. അതുപോലെ ആ പൈസ ഈ നോബിയുടെ ഒക്കെ അപ്പൻ സുഖമില്ലാതെ കിടക്കുകയാണ്, ബേബി ചേട്ടൻ എന്ന് പറയും. അയക്ക് വേണ്ടിയിട്ടും കൂടെ ആ പൈസ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ എല്ലാവർക്കും, അതവിടെ ഈ പ്രദേശത്തുള്ള കംപ്ലീറ്റ് ആൾക്കാർക്കും അറിയാവുന്ന ഒരു സത്യമാണത്. പക്ഷെ ഈ രേഖാമൂലം വരുമ്പോഴത്തേക്കും ആ പൈസ ഷൈനി എന്തോ കാര്യത്തിന് യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ പ്രതികളായിട്ടുള്ളവർ സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന മൊഴി. ഫെബ്രുവരി 28-ന് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ സമീപം പാറോലിക്കലിൽ വെച്ചായിരുന്നു ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഇടിച്ചായിരുന്നു മൂവരും മരിച്ചത്. ഏറ്റുമാനൂർ സ്റ്റേഷന് മുമ്പുള്ള പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം. പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഷൈനി മക്കളെയും കൂട്ടി രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. 9 മാസമായി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലായിരുന്നു ഷൈനിയും മക്കളും താമസിച്ചിരുന്നത്. ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടയിലാണ് ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ. കുടുംബപരമായ പ്രശ്നങ്ങളും BSc നേഴ്സായിരുന്നിട്ടും ജോലി കിട്ടാത്തതിന്റെ വിഷമങ്ങളും ഷൈനിക്കുണ്ടായിരുന്നു. മരിച്ച അലീനയ്ക്ക് 11 വയസ്സും ഇവാനയ്ക്ക് 10 വയസ്സുമായിരുന്നു പ്രായം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.